വിശദമായ വാർത്തകൾ നോക്കാം. നിപ വൈറസ് ബാധയുണ്ടായത് ഒരേ ഉറവിടത്തിൽ നിന്നെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ. മറ്റു ജില്ലകളിൽ നിപ കണ്ടെത്തിയിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി. നിപ വൈറസിൽ ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. ഇതുവരെ അസുഖം കണ്ടെത്തിയത് 15 പേർക്ക്. ഇതിൽ 12 പേർ മരിച്ചു. 3 പേർ ഇപ്പോഴും ചികിത്സയിലും 175 പേർ നിരീക്ഷണത്തിലുമാണ്. ജില്ല എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ആദ്യം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം നമ്മൾ വല്ലാതെ ഭയന്നിരുന്നത് വളരെ വ്യാപകമായി പടർന്ന് കൂട്ടത്തോടെ ആളുകൾക്ക് ബാധിച്ചേക്കുമോ എന്നുള്ള വലിയ ഭയമായിരുന്നു. എന്നാൽ നല്ല ജാഗ്രത ഇപ്പോഴും തുടരുകയാണ്. കാരണം ഈ മരണപ്പെട്ട ആളുകളുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുള്ള എല്ലാവരെയും ട്രേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും നിരീക്ഷണത്തിലാണ്. തുടക്കത്തിൽ നമ്മൾ ഭയന്നു പോയിരുന്നത് മലപ്പുറത്ത് നിന്നുള്ള 3 കേസുകൾ ഡെത്തായി എന്നുള്ളതാണ്. 3 ആളുകൾ ഡെത്തായി എന്നുള്ളതാണ്. അത് പോസിറ്റീവായിരുന്നു കേസ്. നോക്കുമ്പോൾ ഈ 3 കേസുകളും മെഡിക്കൽ കോളേജിൽ നേരത്തെ പറഞ്ഞ ഈ സൂപ്പിക്കടയിലെ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കോണ്ടാക്റ്റ് വന്നിട്ടുള്ളവരാണ്. ആശുപത്രിയിൽ നിന്നും മറ്റുമായിട്ട്. ഇപ്പോൾ മറ്റൊരു ജില്ലയിൽ നിന്നും പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി സിബി ചേരുന്നു. സിബി, കൂടുതൽ വിശദാംശങ്ങൾ. നിപ വൈറസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലും മറ്റും നവമാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ ശൈലജ രാവിലെ വ്യക്തമാക്കിയത്. നിപ വൈറസ് മറ്റു ജില്ലകളിൽ വ്യാപിച്ചിട്ടില്ല. ഈ ആദ്യം രോഗം സ്ഥിരീകരിച്ച ആളുകളുമായി ബന്ധപ്പെട്ട ആളുകളുമായി സമ്പർക്കമുള്ള ആളുകൾക്കാണ് വീണ്ടും ഈ നിപ വൈറസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇതിന്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം ഒരു ഇടത്തു തന്നെയാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. എങ്കിലും അതീവ ശ്രദ്ധയും ജാഗ്രതയും വേണം. ഇതുവരെ 15 പേർക്കാണ് നിപ സംസ്ഥാനത്ത് അല്ലെങ്കിൽ കോഴിക്കോട് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 12 പേർ മരിച്ചു. 3 പേർ ഇപ്പോഴും ചികിത്സയിലാണ്. 175 പേർ നിരീക്ഷണത്തിലാണ്. ഈ 175 പേർ ഈ രോഗികളുമായി സമ്പർക്കം പുലർത്തുക തന്നെയാണെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണം തുടരും. അതീവ ഗുരുതരാവസ്ഥയിലുള്ളവർ മാത്രമാണ് ഇപ്പോൾ പ്രവേശിപ്പിക്കുകയും ഓപ്പറേഷൻ മറ്റും ചെയ്യുന്നത്. ഗുരുതരമായ അസുഖമില്ലാത്തവർക്ക് ആവശ്യമെങ്കിൽ അടുത്ത സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ എത്തിച്ച് ഇപ്പോൾ ചികിത്സ തുടരുന്നുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതീവ ശ്രദ്ധ ചെലുത്തണം എങ്കിൽ പോലും ഇപ്പോൾ നേരത്തേതുപോലെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. സർക്കാർ കൃത്യമായി ഉണർന്ന് പ്രവർത്തിക്കുകയും കൃത്യം 2ാം ദിവസം തന്നെ നിപ വൈറസ് സ്ഥിരീകരിക്കുകയും കണ്ടെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ നമുക്ക് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ ആരോഗ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മറ്റ് ജില്ലകളിൽ നിപ വൈറസ് ബാധിച്ചിട്ടില്ല. ഒരേ സോഴ്സ് തന്നെയാണ് ഈ നിപ വൈറസുമായി ബന്ധപ്പെട്ടുള്ളത്. എങ്കിലും വവ്വാൽ പോലുള്ള ഈ വവ്വാലിൽ നിന്നാണ് നിപ വൈറസ് സാധാരണ ഉണ്ടാകാറുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ശ്രദ്ധ ഇനിയും ചെലുത്തേണ്ടതുണ്ട്. ഏകദേശം ഈ 31-ാം തീയതി തന്നെ നമുക്ക് ഈ കാര്യത്തിൽ ഒരു ഭയപ്പെടേണ്ട സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അവന്തിക, സിബി, തീർത്തും ആശങ്ക ഒഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരുമോ? തീർത്തും ആശങ്ക ഒഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിൽ പോലും ഇപ്പോൾ മറ്റ് സോഷ്യൽ മീഡിയയിലും നവമാധ്യമങ്ങളും മറ്റും വരുന്നത് പോലുള്ള ഒരു സാഹചര്യം ഇപ്പോഴില്ല. എങ്കിലും അതീവ ശ്രദ്ധ ചെലുത്തണം. ഇപ്പോൾ നമുക്ക് ആദ്യം ഈ നിപ വൈറസ് സ്ഥിരീകരിച്ചപ്പോൾ ആദ്യം ഭയപ്പെട്ടത് ഇത് മറ്റു ജില്ലകളിലേക്കും സംസ്ഥാനം ഒട്ടാകെ പടരുമോ എന്നുള്ള ആശങ്കയായിരുന്നു. വവ്വാലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും മൃഗങ്ങളിൽ നിന്നാണോ ഈ വൈറസ് ബാധിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ശാസ്ത്രീയമായ തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു മൃഗങ്ങളിൽ നിന്നും ഇത്തരത്തിലൊരു രീതിയിൽ ഈ വൈറസ് ബാധിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്കിലും ഡോക്ടർമാരും വിദഗ്ധന്മാരും പറയുന്നത് ചില വവ്വാലുകളിൽ നിന്നാണ് ഈ വൈറസ് ബാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് എന്നാൽ എല്ലാ വവ്വാലുകളിൽ നിന്നും ഇത് ബാധിക്കുകയുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ നിരീക്ഷണം വേണമെന്നും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വവ്വാലുകൾ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കഴിക്കാതെയും മറ്റുമായി ജനങ്ങൾ ശ്രദ്ധ ചെലുത്തണമെന്നും മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് നേരത്തെ അറിയാൻ കഴിഞ്ഞതുകൊണ്ട് നമുക്ക് ഈ സ്ഥിതി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും പൂർണ്ണമായും നിയന്ത്രണ വിധേയമായി എന്ന് പറയാൻ കഴിയില്ല. 175 പേർ ഇപ്പോൾ നിരീക്ഷണത്തിലുണ്ട്. ഇവരാരും തന്നെ രോഗമുള്ളവരാണെന്ന് പറയാൻ കഴിയില്ല. ഈ രോഗിയുമായി മറ്റ് രോഗിയുമായി സമ്പർക്കം പുലർത്തുന്നവരാണ് ഇവരെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം മാറിക്കഴിഞ്ഞെന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അവന്തിക. ശരി, സിബിയാണ് വിവരങ്ങൾ നൽകിയത്. നിപ വൈറസ് ബാധയുണ്ടായത് ഒരേ ഉറവിടത്തിൽ നിന്നാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ വ്യക്തമാക്കിയിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് സിബി നൽകിയത്.
ചെങ്ങന്നൂരിൽ ജനവിധി നാളെ. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ. 17 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഇന്ന് രാവിലെ 8 മണിക്ക് പോളിംഗ് സാമഗ്രികളുടെ വിതരണം തുടങ്ങി. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മണി മുതൽ ആരംഭിക്കും. നാളത്തെ ഇലക്ഷനും വേണ്ട എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി MV സുരേഷ് കുമാർ മുഖ്യ വരണാധികാരി അറിയിച്ചു. ഓരോ പ്രിസൈഡിംഗ് ഓഫീസർമാരും അതേപോലെ തന്നെ മറ്റ് തരത്തിലുള്ള പോളിംഗ് ഓഫീസർമാരുടെയും പോസ്റ്റിംഗ് ഓർഡർ വിതരണം എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ആദ്യം നടത്താൻ പോകുന്നത്. VVPAT മെഷീൻ സെക്ടറൽ ഓഫീസർമാർ അവരുടെ അതാത് സെൻറ്ററുകളിൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ നാളെ വൈകുന്നേരം തിരികെ ഇവിടെ എത്തുന്നത് വരെയുള്ള സകല സജ്ജീകരണങ്ങളും ഇപ്പോൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുള്ളതാണ്. അതിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നല്ല നിലയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 22 സെൻസിറ്റീവ് ബൂത്തുകളാണ് നമുക്കുള്ളത്. 22 ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ പോളിംഗ് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടുത്തെ കൺട്രോൾ റൂമിലിരുന്ന് തന്നെ വീക്ഷിക്കാവുന്നതും അത് അങ്ങനെ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അത്തരം ബൂത്തുകളിലുണ്ടായാൽ അപ്പോൾ തന്നെ പോലീസിനെയോ അല്ലെങ്കിൽ അർദ്ധസൈനിക സേനയെയോ അങ്ങോട്ട് വിന്യസിപ്പിക്കുന്നതിന് സാധിക്കുന്നതുമാണ്. ങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? നിശബ്ദ പ്രചരണം തുടങ്ങിയോ? കൂടുതൽ വിശദാംശങ്ങൾ. അവന്തിക, നിശബ്ദ പ്രചരണത്തിൻ്റെ ദിവസമായി ഇന്ന് ചെങ്ങന്നൂർ കടുത്ത തെരഞ്ഞെടുപ്പ് ചൂടിൽ തന്നെയാണ് എന്ന് പറയാം. അവസാന ഘട്ടം ഒരിക്കൽ കൂടി കണ്ട് ജനങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള അന്തിമമായ പരിശ്രമത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഉള്ളത്. വോട്ടേഴ്സ് സ്ലിപ്പ് കൃത്യമായി ബൂത്തുകളിൽ എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ വീടുകളിൽ എത്തിയിട്ടുണ്ടോ എന്ന അന്തിമ പരിശോധനയാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ മുന്നണികളുടെ പ്രവർത്തകർ ഇപ്പോൾ വീടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവിധ ബ്ലോക്ക് ലെവൽ ഓഫീസർമാരാണ് വീടുകളിൽ ഈ സ്ലിപ്പ് എത്തിക്കേണ്ടത്. അങ്ങനെ സ്ലിപ്പ് എത്താത്ത ഏതെങ്കിലും വീടുകളുണ്ടോ എന്ന വോട്ടുറപ്പിക്കുന്നതിനുള്ള അന്തിമമായ പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലാണ്. ഇവിടെ 18ഓളം കൗണ്ടറുകളിലായി തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണവും വിന്യാസവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആകെ 17 സ്ഥാനാർത്ഥികളാണുള്ളത്. ഒപ്പം 18ാമത്തെ ഒരു ഇതിൽ നോട്ടയുമുണ്ട്. 265 കൺട്രോൾ യൂണിറ്റുകളുണ്ട്. 480 ബാലറ്റ് യൂണിറ്റുകളും 305 VVPAT മെഷീനുകളുമാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. 1104 പോളിംഗ് സ്റ്റാഫുകളാണ് ഇവിടെ ഉള്ളത്. 1500ഓളം പോലീസ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ചുക്കാൻ പിടിക്കുന്നു. ഒപ്പം ഇതിൻ്റെ കേന്ദ്ര സേനയും ഇതിൻ്റെ ഭാഗമായുണ്ട്. 181 ബൂത്തുകൾ, 164 ബൂത്തുകൾ കൂടാതെ 17 ആക്സിലറി ബൂത്തുകൾ ഉണ്ട്. 1400 വോട്ടർമാരിൽ കൂടുതലുള്ള ബൂത്തുകളാണ് അത്തരത്തിൽ ആക്സിലറി ബൂത്തുകളായി വരിക. 181 ബൂത്തുകളാണ് അപ്രകാരമുള്ളത്. 17 നിരീക്ഷകർ ആണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ നിരീക്ഷകരായി എത്തിയിരിക്കുന്നത്. 5 മോഡൽ പോളിംഗ് സ്റ്റേഷനുകളുണ്ട്. 10 വനിതാ സൗഹൃദ ബൂത്തുകളാണുള്ളത്. എല്ലാ ബൂത്തുകളിലും ഹെൽപ്പ് ഡെസ്കുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും വോട്ടർമാർക്ക് കുടിക്കുന്നതിനുള്ള കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മഴ പെയ്താൽ നനയാതിരിക്കാനുള്ള സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള മെഷീനുകളുടെ വിതരണം അല്പസമയങ്ങൾ കൂടെ കഴിയുമെന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഇപ്പോഴും അവർ വിവിധ പ്രിസൈഡിംഗ് ഓഫീസർമാർ, 2 സഹായികൾ, 3 സഹായികളാണ്, സെക്കൻഡ് ഓഫീസർ, തേർഡ് ഓഫീസർ, അങ്ങനെ 3 സഹായികളാണുള്ളത്. ഇപ്പോൾ അവർ അതിൻ്റെ ലഭ്യമായിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ അവർ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു പ്രിസൈഡിംഗ് ഓഫീസറോട് തന്നെ കാര്യങ്ങൾ. നമുക്ക് പോളിംഗ് മെറ്റീരിയൽസ് എല്ലാം ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ കിട്ടിയ സാധനം എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. തുടർന്ന് കൗണ്ടറിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളെല്ലാം അത് ശരിയായിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷീനുകൾ എത്ര മണിയോടുകൂടി നിങ്ങളുടെ കയ്യിൽ? ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മെഷീൻ നമുക്ക് വാങ്ങിക്കാൻ കഴിയും. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ, പ്രിസൈഡിംഗ് ഓഫീസർ സൂചിപ്പിച്ചതുപോലെ വോട്ടിംഗ് മെഷീനുകളുടെ വിതരണം അല്പസമയങ്ങൾ കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വിതരണം ചെയ്തു തുടങ്ങുകയുള്ളൂ. കാരണം ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അതിൻ്റെ ആദ്യപടിയായുള്ള മറ്റ് ഇവർക്കുള്ള ഗൈഡ് ലൈൻസും മറ്റ് കാര്യങ്ങളുമെല്ലാം കൃത്യമായി എത്തിയിട്ടുണ്ടോ, മെറ്റീരിയലെല്ലാം കൃത്യമായി എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന നടപടിക്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1105 തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആകെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടെത്തുക. ഏതാണ്ട്
തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിരിക്കുന്ന ഏതാണ്ട് എല്ലാ ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ടുകളായി എത്തിയിരിക്കുന്നവർ മറ്റൊരു വരിയായി ഇപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. അവരെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ എത്തിയിട്ടുണ്ട് എന്ന് തങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 181 ആകെ പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നടക്കുന്നത്. കേന്ദ്ര സേനയുടെയും ഒപ്പം തെരഞ്ഞെടുപ്പ് ഒബ്സർവർമാരുടെയും കർശനമായ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഇപ്പോൾ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് മൈതാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകെ 17 സ്ഥാനാർത്ഥികൾ, ഒപ്പം ഒരു നോട്ടയുമുണ്ട്. 265 കൺട്രോൾ യൂണിറ്റുകൾ, 305 VVPAT മെഷീനുകൾ. അതിൽ VVPAT മെഷീനുകളുടെയും തെരഞ്ഞെടുപ്പ് ബാലറ്റ് യൂണിറ്റുകളുടെയും വിതരണം അല്പസമയങ്ങൾ കൂടെ കഴിഞ്ഞെങ്കിൽ മാത്രമേ, ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി മാത്രമേ അത്തരം കാര്യങ്ങൾ കഴിയൂ എന്നതാണ് നമുക്കറിയാൻ കഴിയുന്നത്. 17 നിരീക്ഷകരാണ് ആകെയുള്ളത്. 1500-ലേറെ പോലീസുകാരെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. വിവിധ ബൂത്തുകളിലേക്ക് ഇവർക്ക് എത്തുന്നതിനുള്ള വാഹനങ്ങൾ, തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണവും വിന്യാസവുമാണ് പ്രധാനമായും ഇപ്പോൾ ഇവിടെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുടെയും ചുക്കാൻ പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒബ്സർവർ, പുറത്തുനിന്നെത്തിയ തെരഞ്ഞെടുപ്പ് ഒബ്സർവർ ഉണ്ട്, ജില്ലാ കളക്ടർ TV അനുപമ. ഒപ്പം മുഖ്യ വരണാധികാരിയായ MV സന്തോഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരാകെ തന്നെ ഇവിടെ ഇപ്പോൾ സാമഗ്രികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. ഇപ്പോൾ എത്ര ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥരുടെ വിന്യാസം പരിപൂർണമായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്ന നടപടിക്രമങ്ങളാണ് ഇവിടെ നടക്കുക. ആദ്യം ഒരു പ്രിസൈഡിംഗ് ഓഫീസർ ഉണ്ടാവും. പ്രിസൈഡിംഗ് ഓഫീസർ സഹായിക്കുന്നതിനായി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 ഉദ്യോഗസ്ഥരുണ്ടാവും. ബാക്കി സഹായികൾ അടക്കമുണ്ടാവും. അങ്ങനെ ഏതാണ്ട് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് സുരക്ഷ പോലീസുകാർക്ക് അടക്കമുള്ളവരാണ് ബാക്കി ഉണ്ടാവുക. ഏതാണ്ട് 52 പേർ ഇതിനോടകം ഇവിടെ പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മെഷീനുകൾ ഏതെങ്കിലും തരത്തിൽ കേടാവുകയാണെങ്കിൽ അതിന് പകരം മെഷീനുകൾ അവിടെ എത്തിക്കുന്നതിനായി 18 സെക്ടറൽ ഓഫീസർമാരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ 60ഓളം വോട്ടിംഗ് മെഷീനുകളുണ്ട്. ഏതെങ്കിലും മെഷീൻ ആ രൂപത്തിൽ വോട്ടിംഗ് തടസ്സപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് അവരെ വോട്ടിംഗ് മെഷീൻ എത്തിച്ച് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ സുഗമമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് നടത്തുന്നത്. എന്തായാലും ഇവിടെ എത്തുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നോമ്പ് തുറക്കടക്കമുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. നിസ്കാരമടക്കമുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മളെ അറിയിക്കുന്നത്. അവന്തിക. ശരി, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് നടപടികൾ സുഗമമായി നടപ്പാക്കുന്നതിന് പ്രത്യേക പോലീസ് സംവിധാനം ഒരുക്കിയതായി ജില്ലാ പോലീസ് മേധാവി S. സുരേന്ദ്രൻ പറഞ്ഞു. CISF ഉൾപ്പെടെ 1500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. 3 പോലീസ് സ്റ്റേഷൻ ലിമിറ്റുകളിലായിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ പോലീസ് സ്റ്റേഷനിലും ഓരോ DVSP അവർക്ക് ചാർജ് കൊടുത്തിട്ടുണ്ട്. സീരിയസ്നെസ് നോക്കിയിട്ട് ഓരോ പോളിംഗ് ബൂത്തിലും അഡീഷണൽ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനി CISF ഉണ്ട്. ആ CISF ഇവിടെ കൗണ്ടിങ് ഡ്യൂട്ടിയും കൗണ്ടിങ് നടക്കുന്നിടത്തെല്ലാം അതുണ്ടാവും. അതിനുള്ള സുരക്ഷയായിട്ടുണ്ട്. അതിലുപരി ലോ ആൻഡ് ഓർഡർ പെട്രോളിംഗ് ഉണ്ട്. മറ്റ് അല്ലാതെയുള്ള എമർജൻസി ഫോഴ്സ് ഉണ്ട്. സ്പെഷ്യൽ കൺട്രോൾ റൂമുണ്ട്. ആളുകൾക്ക് എല്ലാവർക്കും സമ്മതിദായകർക്ക് വന്നിട്ട് സമാധാനപരമായിട്ട് പൂർണ്ണമായിട്ടും അവരുടെ വോട്ട് വിനിയോഗിച്ചിട്ട് തിരിച്ച് വീടുകളിലെത്തുന്നത് വരെയുള്ള എല്ലാവിധത്തിലുള്ള പോലീസ് സേനകളും അറിയിച്ചു. കണ്ണൂർ എടക്കാട് ഓട്ടോ ഡ്രൈവർ ഉനൈസ് മരിച്ചത് അമിതമായ മയക്കുമരുന്നിന്റെ ഉപയോഗം മൂലമെന്ന് രാസപരിശോധനാ റിപ്പോർട്ട്. ഉനൈസിന്റെ ആന്തരിക അവയവങ്ങളിൽ അമിതമായ അളവിൽ ഹെറോയിന്റെ സാന്നിധ്യം കണ്ടെത്തി. പോലീസ് മർദ്ദനം മൂലമാണ് ഉനൈസ് മരിച്ചതെന്ന് നേരത്തെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. ഈ മാസം 2-ാം തീയതിയാണ് കണ്ണൂർ എടക്കാട് സ്വദേശിയായ ഉനൈസ് മരിച്ചത്. മരണത്തിന് 2 മാസം മുൻപ് ഭാര്യാപിതാവിന്റെ സ്കൂട്ടർ കത്തിച്ചതിന് ഉനൈസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അന്ന് പോലീസിൽ നിന്നും ഏറ്റ മർദ്ദനമാണ് മരണകാരണം എന്ന് ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവന്ന രാസപരിശോധന റിപ്പോർട്ട്. ഉനൈസിന്റെ ശരീരത്തിൽ അമിതമായ അളവിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം പരിശോധനയിൽ കണ്ടെത്തി. ഹൈറോയിൻ എന്ന മയക്കുമരുന്നിന്റെ അമിതമായ ഉപയോഗമാണ് മരണകാരണം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഉനൈസിന് മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധമുണ്ടെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 12 മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ ആളുമായി ഉനൈസ് ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ രേഖകളും ലഭിച്ചിരുന്നു. ഉനൈസിന്റേത് കസ്റ്റഡി മരണമാണെന്ന ആരോപണത്തെ തുടർന്ന് പ്രതിപക്ഷവും ഇത് സർക്കാരിനെതിരെ ആയുധമാക്കിയിരുന്നു.
ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തൃശൂർ റേഞ്ച് IG MR അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണവും നടക്കുന്നുണ്ട്. അതിനിടെയാണ് മരണകാരണം മർദ്ദനമല്ല മയക്കുമരുന്നാണെന്ന് വ്യക്തമാക്കി രാസപരിശോധനാ ഫലം പുറത്തുവന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സംസ്ഥാനത്തെ സ്കൂൾ ദിനം ആരംഭിക്കുന്ന ദിനം മുതൽ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ പുറത്തിറക്കി. സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാത്തവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും DGP മുന്നറിയിപ്പ് നൽകി. പുതിയ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് സംസ്ഥാന പോലീസ് മേധാവി നൽകിയത്. മെയ് 31 മുൻപായി സ്കൂളുകൾ PTA യോഗങ്ങൾ വിളിച്ചു ചേർത്ത് സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വാഹന ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകണം. പോലീസ് ക്ലിയറൻസ് ഇല്ലാത്ത ഡ്രൈവർമാരെ നിയോഗിക്കാൻ പാടില്ല. കുട്ടികൾ റോഡ് മുറിച്ചു കടക്കുമ്പോൾ പോലീസിന്റെയോ സ്റ്റുഡൻസ് പോലീസിന്റെയോ സഹായം തേടണമെന്നും DGP സ്കൂൾ അധികൃതർക്ക് നൽകിയ നിർദ്ദേശങ്ങളിലുണ്ട്. സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസും സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിയില്ലെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും DGP നൽകിയിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്ന ദിവസം ഉണ്ടാകാനിടയുള്ള ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കുന്നതിനുള്ള മുൻകരുതൽ സ്വീകരിക്കാൻ പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും നിർബന്ധമായും തിരിച്ചറിയൽ കാർഡുകൾ ധരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ സർക്കാർ നൽകിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്നും DGP നൽകിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ധനവില കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നുവെന്ന് തോമസ് ഐസക്. സംസ്ഥാനത്തിന്റെ അധിക നടപടി ഒഴിവാക്കുമെന്നും തോമസ് ഐസക് People TVയോട് പറഞ്ഞു. നടപടികൾ പുരോഗമിക്കുന്നെങ്കിലും ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പ്രഖ്യാപിക്കൂ. കേന്ദ്രം വില കുറയ്ക്കുമ്പോൾ നമ്മുടെ നികുതി വരുമാനം കുറഞ്ഞോളും എന്ന് പറഞ്ഞിരുന്നിട്ടും അവരിതൊന്നും കേൾക്കാൻ തയ്യാറില്ല. അവർ വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ പെട്രോൾ വില വർധനവിൽ നിന്ന് കേരള സർക്കാരിന് കിട്ടുന്ന അധിക നികുതി അത് വേണ്ടെന്ന് വെക്കാൻ കേരള സർക്കാർ ആലോചിക്കുകയാണ്. ആ നികുതി വേണ്ടെന്ന് വെക്കും. അതിനാൽ ഈ വില വർധനവ് ഓരോ ആഴ്ചയും ഉണ്ടാവുമെന്ന് നോക്കിയിട്ട് അതിനനുസൃതമായിട്ട് നികുതി നിരക്കിൽ മാറ്റങ്ങളും വരുന്നു. വിശദാംശങ്ങളുമായി ഷീജ ചേരുന്നു. ഷീജ, എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സുപ്രധാനമായ തീരുമാനം തന്നെയാണ് ഈ വിഷയത്തിൽ. പെട്രോൾ ഡീസൽ വില വർധനവിന്റെ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പെട്രോൾ ഡീസൽ വില വർധനവിൽ നിന്ന് ഉണ്ടാകുന്ന അധിക നികുതി അത് സംസ്ഥാനം വേണ്ടെന്ന് വയ്ക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ നാളെ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ സർക്കാരിന് ആ ഒരു പ്രഖ്യാപനം ഏതായാലും നടത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. ഇതിനായുള്ള നടപടിക്രമങ്ങൾ ധനവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും ഉണ്ടാകുന്ന വില വർധനവ് എത്രയാണ് എന്നുള്ളത് കണക്കുകൂട്ടും. അതിൽ നിന്നും എത്ര രൂപ അധിക നികുതി കിട്ടും എന്നുള്ളതിൽ ഒരു വ്യക്തമായ കണക്കുണ്ടാക്കിയതിനു ശേഷം അതിന്റെ നികുതി എത്ര വേണ്ടെന്ന് വെക്കണം എന്നുള്ള കാര്യത്തിൽ, അതിന്റെ ശതമാനത്തിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. ഏതായാലും തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാവുക. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ധനവില കുറയ്ക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടുന്നുവെന്ന് തോമസ് ഐസക്. സംസ്ഥാനത്തിന്റെ അധിക നികുതി ഒഴിവാക്കുമെന്നും തോമസ് ഐസക് People TVയോട് പറഞ്ഞു. 300 വർഷം പഴക്കമുണ്ട് വയനാട് വെള്ളമുണ്ടയിലെ കോറോം പള്ളിക്ക്. വയനാട്ടിലേക്കുള്ള ആദ്യകാല കുടിയേറ്റങ്ങളുടെ കഥ പറയുന്ന ഈ പള്ളി മതസൗഹാർദ്ദത്തിന്റെ മാതൃകകളിലൊന്നുകൂടിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വയനാട്ടിലേക്കുള്ള ആദ്യകാല മുസ്ലിം കുടിയേറ്റങ്ങൾ പെരിങ്ങോത്തു നിന്നും നാദാപുരത്തു നിന്നുമൊക്കെയായിരുന്നു. അക്കാലത്ത് കോറോത്ത് നിർമ്മിച്ചത് ഇത്തരത്തിൽ 2 പള്ളികളാണ്. പള്ളി നിർമ്മിക്കാൻ ഭൂമി നൽകിയത് പ്രദേശത്തെ പുളിമാരമ ദേവസ്വമാണ്. ഇന്നും സഹവർത്തിത്വത്തിന്റെയും പാരസ്പര്യത്തിന്റെയും നല്ല മാതൃകയായി കോറോം പള്ളി അതേ തനിമയോടെ നിലനിൽക്കുന്നു. മക്കിയാട് കോട്ടയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടക്കുമ്പോൾ പള്ളി നിർമ്മാണം നിർത്തിവെച്ച് അതിൽ സഹകരിച്ച കഥ കൂടിയുണ്ട് കോറോം പള്ളിക്ക്. ത്യാഗത്തിന്റെയും അതിജീവനത്തിന്റെയും ദശാബ്ദങ്ങളുടെ ഓർമ്മകളിലാണ് ഈ പുണ്യമാസത്തിൽ കോറോം പള്ളി. എല്ലാ വർഷവും നടക്കുന്ന ഉറൂസിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും പങ്കെടുക്കുന്നു. ന്യൂസ് ബ്യൂറോ, വയനാട്.